ചില പ്രായമുള്ള വല്യുമ്മമാരൊക്കെ സ്വർണത്തിന്റെ തകിട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. സ്വർണത്തിന്റെ ഒരു ചെറിയ കഷ്ണം, ഒരു മോതിരം, ഒരു കമ്മല്. എന്തിന്? മോള കല്യാണത്തിന്. എത്ര അർജന്റ് ആവശ്യം വന്നാലും അത് എന്റെ ഫൗസിക്കുട്ടിക്കുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കും. എന്റെ മോള് 17 വയസ്സായി, ഓള കല്യാണത്തിന് ഉമ്മാമ ഉണ്ടാവോന്ന് അറിയില്ല, ഉള്ള കാലത്ത് തന്നെ കെട്ടിക്കണേന്ന് ഇങ്ങനെ പൂതി പറയും. അതങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഇഷ്ടപ്പെട്ട മോള കല്യാണത്തിന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാത്തു വെച്ച ഒരു ദുആ ഉണ്ട്. എല്ലാ നബിമാർക്കും അങ്ങനെ ഒരു ദുആയിന് ചാൻസ് അല്ലാഹു കൊടുത്തിന്. ആ ദുആ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നു. അതാണ് ആ ദുആന്റെ പ്രത്യേകത. അമ്പിയാക്കളുടെ ദുആ പൊതുവിൽ ഇജാബത്ത് ഉണ്ടാവും, പക്ഷെ ഈ ദുആന്റെ പ്രത്യേകത ദുആർന്ന ഉടനെ റിസൾട്ടാണ്. എല്ലാ അമ്പിയാക്കളും ദുആർന്ന് തീർന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ ദുആ തൊടാണ്ട് അങ്ങോട്ട് പാത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോവാ. ഇഷ്ടക്കാരനായ ഹംസ അങ്ങള് കരള് ചവച്ച് തുപ്പപ്പെട്ടിട്ടുണ്ട്. എന്റെ ഇഷ്ടക്കാരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്റെ പോറ്റുമോന് സെയ്ദർലാനുവിന്റെ തൽച്ചോറ് പൊട്ടിത്തെറിക്കുമാർ അവർ കൊന്നിട്ടുണ്ട്. ജാഫറിന് 80-ലധികം മുറിവ് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പാട്, ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയ കാലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനൊക്കെ അതൊക്കെ തട്ടിമുട്ടി പോവാ. ഇപ്പൊ അത് ദ്വാരക്കണ്ട, എടുക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാ പ്രശ്നവും അതിജയിച്ച് അത് ആഖിറത്തിൽ എടുക്കാം എന്ന് വിചാരിച്ച്. എന്തിനെ? ലിക്കുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ. എല്ലാവർക്കും അങ്ങനത്തെ ദുആ ഉണ്ടായിരുന്നു. എല്ലാ നബിമാരും ദുനിയാവെന്ന് തന്നെ ദുആർന്ന് തീർന്നു. ഫദ്ദഖർതു ദഅവതി ശഫാഅത്തുൽ ഉമ്മത്തി യൗമൽ ഖിയാമ. എന്റെ ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ആ ദുആ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെല്ലാം കഷ്ടപ്പാട് വന്നിട്ടുണ്ട് തങ്ങൾക്ക്. 29-ലധികം തവണ വധശ്രമം നടന്നിട്ടില്ലേ? ഭ്രാന്തെന്ന് വിളിച്ചിട്ടില്ലേ? കൂക്കി വിളിച്ചിട്ടില്ലേ? ഒരു സമയത്തും ആ ദുആ ഉണ്ട് എന്ന് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട് തങ്ങൾ, നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്.